Hi students, in this class we can discuss about element of cost. What are the various elements of cost? The cost mainly divided into three: material, labor and expenses. The material is again divided into two: direct material and indirect material. Labor is again divided into direct and indirect labor, and also the expenses are direct and indirect expenses. All indirect expenses are again divided into three: factory overhead, administration overhead, selling and distribution overhead. Once again, the cost is mainly divided into three parts: material, labor, expenses. All material, labor and expenses are again divided into two: direct material, indirect material, direct labor, indirect labor, direct expenses and indirect expenses. All indirect expenses are again divided into three: factory overhead, administration overhead, selling and distribution overhead. First, we have to understand material. Material constitutes 65% of cost of production. ഒരു പ്രൊഡക്ഷൻ്റെ ഒരു 60-65% മെറ്റീരിയൽ കോസ്റ്റ് ആണ്. അപ്പോൾ പ്രൊമിനൻ്റ് വൺ ഈസ് മെറ്റീരിയൽ ആണ്. ഫോർ എക്സാമ്പിൾ, കോട്ടൺ, ജൂട്ട്, അയൺ ഓർ, silicon. The cost of material is further divided into direct and indirect material. അപ്പോൾ പ്രൊഡക്ഷനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് മെറ്റീരിയൽ ആണ്. ഇറ്റ് ഈസ് നിയർലി അബൌട്ട് 60 or 65% ഓഫ് ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന്റെ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരുന്നത് മെറ്റീരിയൽ ആണ്. മെറ്റീരിയലിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോട്ടൺ, ജൂട്ട്, അയൺ ഓർ എക്സെട്ര. The material is again divided into direct and indirect material. Direct material, then we have to explain direct material. Direct material refers to the cost of material which becomes a major part of the finished product. They are raw material that become an integral part of the finished product and conveniently and economically traceable to specific unit of output. ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് ഗുഡ്സിന്റെ ഒരു മേജർ പാർട്ടാണ്. ഈ ഡയറക്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. ദേ ആർ ദ റോ മെറ്റീരിയൽ ദാറ്റ് ബിക്കം ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ദി ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആൻഡ് ആർ കൺവീനിയൻ്റ്ലി ആൻഡ് ഇക്കണോമിക്കലി ട്രേസബിൾ ടു സ്പെസിഫിക് യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. നമുക്ക് ആ പ്രൊഡക്ഷനിൽ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് ഡയറക്റ്റ് മെറ്റീരിയൽ. ദീസ് ആർ ഡയറക്ട്ലി ചാർജ്ഡ് ടു ദി പ്രൊഡക്ഷനിലേക്ക് നേരിട്ട് ചാർജ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയാം. ദീസ് ആർ ചാർജ്ഡ് ടു ദി പ്രൊഡക്ഷൻ ഡയറക്ട്ലി. ദെൻ സം ഓഫ് ദി എക്സാമ്പിൾസ് ഓഫ് ഡയറക്റ്റ് മെറ്റീരിയൽ ആർ റോ cotton in textiles, crude oil to make diesel, steel to make automobile bodies. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആണെങ്കിൽ റോ കോട്ടൺ ആണ് അവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ. ഡീസൽ മേക്ക് ചെയ്യുമ്പോൾ ക്രൂഡ് ഓയിൽ ആണ് അവിടെ ഡയറക്റ്റ് മെറ്റീരിയൽ. അങ്ങനെ നമുക്ക് പ്രൊഡക്ഷനിലേക്ക് നേരിട്ട് വരുന്ന മെറ്റീരിയലിനെയാണ് ഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയാം. ദെൻ വി ക്യാൻ ലേൺ indirect material. These are the material which are used ancillary to manufacture and cannot be traced in the finished product. ഇപ്പോൾ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ദീസ് ആർ നോട്ട് ഡയറക്ട്ലി ചാർജ്ഡ് ടു എ പ്രൊഡക്ഷനിലേക്ക് നേരിട്ട് ചാർജ് ചെയ്യുന്നില്ല. ദീസ് ആർ ആൻസിലറി ഓർ സപ്പോർട്ടീവ് ടു മാനുഫാക്ചർ. പ്രൊഡക്ഷനെ സഹായിക്കുന്ന മറ്റ് മെറ്റീരിയലിനെയാണ് ആൻസിലറി മെറ്റീരിയൽ എന്ന് പറയാം. These are a part of manufacturing overhead. Overhead എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾസ് ആർ ഗ്ലൂ, ത്രെഡ്, നെയിൽസ്, കൺസ്യൂമബിൾ സ്റ്റോൾസ്, പ്രിന്റിംഗ്, സ്റ്റേഷനറി മെറ്റീരിയൽ എക്സെട്ര. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഗ്ലൂ അല്ലെങ്കിൽ ത്രെഡ്, ഇപ്പോൾ നമ്മൾ ടൈലറിങ് സംഭവത്തിൽ നമ്മൾ ശരിക്കും ത്രെഡൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, പക്ഷെ അതൊരു മെയിൻ മെറ്റീരിയൽ അല്ല. ആ മെറ്റീരിയൽ എന്ന് പറയുന്നത് അവിടെ ആ കോട്ടൺ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, ബാക്കിയെല്ലാം സപ്പോർട്ടീവ് ആയിട്ട് വരുന്നത്. അതുപോലെ ഗ്ലൂ നമ്മൾ ഉപയോഗിക്കുന്നു, അതെല്ലാം സപ്പോർട്ടീവ് ടു ദ മാനുഫാക്ചർ ആണ്. ദെൻ നെക്സ്റ്റ് വൺ, ലേബർ. ലേബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം വർക്ക് ഫോഴ്സിന് കൊടുക്കുന്ന പേയ്മെന്റ് ആണ് അല്ലെ. ലേബർ ഈസ് ദ ഫിസിക്കൽ ഓർ മെന്റൽ എഫർട്ട് expended on the production of an item.
It's the active factor of production as against material, which is a passive factor. The cost of labor further divided into direct and indirect material. Labor is the physical or mental effort expended on the production of an item. അപ്പോൾ നമുക്കറിയാം പ്രൊഡക്ഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന അടുത്തൊരു ഡയറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ലേബർ. ലേബർ ഈസ് ദ ടോട്ടൽ ഓഫ് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇഫർട്ട് ടേക്കൺ ബൈ ദ എംപ്ലോയീസ് ഓർ വർക്കേഴ്സ്. വർക്കേഴ്സിന്റെ ഭാഗത്ത് നിന്നുള്ള ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇഫർട്ടിന് വരുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ലേബർ എന്ന് പറയാം. ലേബർ ഈസ് ദ ഫിസിക്കൽ ഓർ മെന്റൽ ഇഫർട്ട് എക്സ്പെൻഡഡ് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് എൻ ഐറ്റം. ഇറ്റ് ഈസ് ദ ആക്റ്റീവ് ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ. ഔട്ട് ഓഫ് ഓൾ അതർ ഫാക്ടേഴ്സ്, labor is one of the active, because labor or workers will have their own emotions, feelings, etc. They are all the active factor. The cost of labor further divided into direct and indirect labor. അപ്പോൾ ലേബർ എന്ന് പറയുന്നത് ആക്റ്റീവ് ഫോഴ്സ് ഇൻ ദ പ്രൊഡക്ഷൻ ആണ്. ദീസ് ആർ ദ കോസ്റ്റ് ഇൻകേർഡ് ഫോർ ദ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഇഫർട്ട് ടേക്കൺ ബൈ ദ എംപ്ലോയീസ്. എംപ്ലോയീസ് എടുക്കുന്ന ഫിസിക്കൽ ഓർ മെന്റൽ ഇഫർട്ടിന് അവർക്ക് കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക വേജ്, സാലറി, അതൊക്കെയാണ് ലേബർ. ലേബറിനെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു, ഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് ലേബർ. Direct labor is defined as the labor associated with workers who are engaged in the production process. പ്രൊഡക്ഷൻ പ്രോസസ്സിലേക്ക് നേരിട്ട് ചാർജ് ചെയ്യുന്ന ലേബർ ആണ് ഡയറക്റ്റ് ലേബർ. ദീസ് ആർ ദ ലേബേഴ്സ് എൻഗേജ്ഡ് ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിലേക്ക് നേരിട്ട് ചാർജ് ചെയ്യുന്ന ലേബർ ആണ് ഡയറക്റ്റ് ലേബർ. അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ വരുന്ന വർക്കേഴ്സിന് കൊടുക്കുന്ന കോസ്റ്റ് ആണ് ലേബർ കോസ്റ്റ്, ഡയറക്റ്റ് ലേബർ കോസ്റ്റ്. These are conveniently and economically traceable to the end product. ആ പ്രൊഡക്റ്റിൽ നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കോസ്റ്റുകളെയാണ് ഡയറക്റ്റ് ലേബർ എന്ന് പറയാം. ഡയറക്റ്റ് ലേബർ ഈസ് എക്സ്പെൻഡഡ് ഡയറക്ട്ലി അപ്പോൺ ദ മെറ്റീരിയൽ കംപ്രൈസിംഗ് ദ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. എക്സാമ്പിൾസ് ആർ ദ ലേബർ ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ്. മെഷീൻ ഓപ്പറേറ്റേഴ്സ് ഒക്കെ പ്രൊഡക്ഷനിൽ നേരിട്ട് വരുന്നവരാണ്. ആ മെഷീൻ പ്രൊഡക്ഷൻ നടക്കുന്ന മെഷീൻ ഓപ്പറേറ്റേഴ്സ് ഒക്കെ. Then indirect labor എന്ന് പറഞ്ഞാൽ which cannot be directly engaged in the production. They are not directly these kinds of laborers are not directly engaged in the production. പ്രൊഡക്ഷനിൽ നേരിട്ട് വരാത്ത വർക്കേഴ്സ് ആണ് ഇൻഡയറക്റ്റ് ലേബർ. ഇൻഡയറക്റ്റ് ലേബേഴ്സ് ആർ എ പാർട്ട് ഓഫ് മാനുഫാക്ചറിങ് ഓവർഹെഡ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വർക്കേഴ്സ് നേരിട്ട് പ്രൊഡക്ഷനിൽ വരില്ല. അങ്ങനെയുള്ളവർ ആരായിരിക്കും? സൂപ്പർവൈസേഴ്സ്, ഫോർമാൻ, സ്റ്റോർ കീപ്പർ. അവരെല്ലാം പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട മെറ്റീരിയൽ കീപ്പ് ചെയ്യുന്നവരോ പ്രൊഡക്ഷൻ സൂപ്പർവൈസ് ചെയ്യുന്നവരാണ്. പക്ഷെ നേരിട്ട് പ്രൊഡക്ഷനിലേക്ക് വരുന്നില്ല. അങ്ങനെയുള്ള ആളുകളെയാണ് ഇൻഡയറക്റ്റ് ലേബർ. അങ്ങനെയുള്ള ആളുകളുടെ കോസ്റ്റിനെയാണ് ഇൻഡയറക്റ്റ് ലേബർ എന്ന് പറയാം. ദെൻ ഇത് കൂടാതെ അപ്പാർട്ട് ഫ്രം മെറ്റീരിയൽ ആൻഡ് ലേബർ, a firm has to incur other expenses. The expenses may be direct or indirect. First we have to explain the direct expenses. Direct expenses include any expenditure other than direct material and direct labor, and these are directly charged to the product. അപ്പോൾ മെറ്റീരിയലും ലേബറും കൂടാതെ വേറെ എന്തെങ്കിലും ഡയറക്റ്റ് എക്സ്പെൻസസ് പ്രൊഡക്ഷനിൽ വരുന്നുണ്ടെങ്കിൽ അതാണ് ഡയറക്റ്റ് എക്സ്പെൻസസ്. ദീസ് ആർ ദ എക്സ്പെൻസസ് ഇൻകേർഡ് ടു ദ പ്രൊഡക്ഷൻ. These are conveniently traced in the product. നമുക്ക് പ്രൊഡക്റ്റിൽ തന്നെ നേരിട്ട് വരുന്ന ചില എക്സ്പെൻസുകളെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, കോസ്റ്റ് ഓഫ് സ്പെഷ്യൽ ലേ ഔട്ട്, ഡിസൈനിങ് ഓർ ഡ്രോയിങ്, ഹയർ ഓർ ടൂൾസ് ഓഫ് എക്യുപ്മെന്റ്. ഇവിടെ വരുന്നത് ഡിസൈനിങ്, ഡ്രോയിങ്, അതിനൊക്കെ നമുക്ക് വേണ്ടി വരുന്ന കോസ്റ്റുകളാണ്. പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഡിസൈനിങ്, ഡ്രോയിങ്ങിനൊക്കെ വേണ്ടി വരുന്ന ഡയറക്റ്റ് എക്സ്പെൻസുകളാണ്. The next one, indirect expenses. നേരിട്ട് പ്രൊഡക്ഷനിൽ വരാത്ത എക്സ്പെൻസുകളെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, റെന്റ്, ലൈറ്റിംഗ്, ഇൻഷുറൻസ്. ഇത് പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമില്ല, പക്ഷെ എന്നാൽ പ്രൊഡക്ഷനിലെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള റിലേഷൻ അതിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസുകളെയാണ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, റെന്റ്, ലൈറ്റിംഗ്, ഇൻഷുറൻസ്, എക്സെട്ര. The next one, overheads. Overheads may be defined as the aggregate of indirect expenses. All indirect expenses in a total of all indirect expenses ആണ് overhead. Overhead is the total of all indirect expenses like indirect material, indirect labor and indirect expenses. Thus all indirect costs are ഓവർഹെഡ്സ്. പ്രൊഡക്ഷനിൽ നേരിട്ട് ബന്ധം വരാത്ത എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയുമാണ് നമ്മൾ ഓവർഹെഡ് എന്ന് പറയാം.
Hence, the amount of overhead has to be allocated and apportioned to product or services on some reasonable basis. നേരിട്ട് പ്രൊഡക്ഷനിൽ ഇത് വരുന്നില്ല, അതുകൊണ്ട് അത് അലോക്കേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ഡിഫറൻസുകൾ ഉണ്ട്. The synonymous term is burden overhead may be divided into the following case. ഈ ഓവർഹെഡുകളെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. വൺസ് അഗെയിൻ, ഫാക്ടറി ഓവർഹെഡ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ്, സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ്. അപ്പോൾ ഈ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഫാക്ടറി ഓവർഹെഡ് ഓൾസോ നോൺ ആസ് മാനുഫാക്ചറിംഗ് ഓവർഹെഡ്. ഫാക്ടറി ഓവർഹെഡിനെ പറയുന്ന മറ്റൊരു പേരാണ് മാനുഫാക്ചറിംഗ് എക്സ്പെൻസസ്. ദ കോസ്റ്റ് ഓഫ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ ആൻഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഫോർ എക്സാമ്പിൾ, ലൂബ്രിക്കൻസ്, ടൂൾസ്, വർക്ക്സ്, കോട്ടൺ. അതായത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസുകളെയാണ് നമ്മൾ പറയുക മാനുഫാക്ചറിംഗ് എക്സ്പെൻസസ് ഓർ ഫാക്ടറി ഓവർഹെഡ്. Then selling and distribution administration overhead. These are the expenses incurred for selling and distribution of goods and services. ഗുഡ്സ് വാങ്ങാനും സെയിൽ ചെയ്യാനും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി വരുന്ന എക്സ്പെൻസിനെയാണ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് എന്ന് പറയാം. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ നമുക്കത് കൺസ്യൂമറിലേക്ക് എത്തിക്കണം പ്രോഡക്ട്സുകൾ, അതിന് വേണ്ടി വരുന്ന കോസ്റ്റാണ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസസ്. സെയിൽസ് എന്ന് പറയുമ്പോൾ ആ സെയിലിനും പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടാക്കുന്നതിനും അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നതിനും വരുന്ന എക്സ്പെൻസുകളാണ് കമ്മീഷൻ, സ്റ്റോറേജ്, ട്രാൻസ്പോർട്ടേഷൻ. ഇതെല്ലാം ഇതിൻ്റെ അണ്ടറിൽ വരുന്നത്. ഓൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് അതർ ദാൻ ഫാക്ടറി കോസ്റ്റ് ആണ് ഇതിൻ്റെ അകത്ത് വരിക. ദെൻ അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് എന്ന് പറഞ്ഞാൽ ആ ഫേമിൻ്റെ ജനറൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകളാണ്. Thank you all.